ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങന്നേക്ക് പൊന്നി. പപ്പടം വെച്ചിരിക്കുന്നത് താഴത്തെ തട്ടില്ല, മറന്നുപോകല്ലേ. പിന്നെ വിഷ്ണുവിനെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം ഓർമ്മിപ്പിച്ചേക്ക്. വിളിച്ചില്ലെങ്കിൽ അവൻ വരത്തില്ല. ശരി സത്യാമ്മേ. എന്താ മാഡം? വിഷ്ണു എന്റെ ഹസ്ബൻഡ്. എന്താ കാര്യം? വേലായുധൻ എന്ന് പറയുന്ന ആക്ക് ഇന്നലെ കുത്തേറ്റു. എന്താ മോളെ? കുത്തേറ്റ ആളുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മേഡത്തിന്റെ ഹസ്ബൻഡാണ് കുത്തിയതെന്നാണ്. അയ്യോ, എന്റെ കൃഷ്ണ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? കുത്തേറ്റ ആള് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ വിഷ്ണുവിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. വിഷ്ണുവേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല. അതുകൊണ്ട് നടന്നത് എന്താണെന്ന് ചോദിച്ചറിയാനും പറ്റില്ല. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി മാഡം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഫോൺ കൊണ്ടുപോയില്ലേ? സത്യമേ, വിഷ്ണു കുഞ്ഞിന്റെ ഫോൺ. എന്നാ അവൻ ഫോൺ മറന്നിട്ടുണ്ട്. ഫോൺ മറന്നതോ അതോ മനഃപൂർവ്വം പോലീസ് അന്വേഷിച്ചെത്തുമെന്ന് കരുതി മറന്നു വെച്ചതോ? സാരമില്ല മാഡം, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. മോളിന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. ശാലിനി, വിഷ്ണു. എന്തൊക്കെയോ കള്ളക്കളികൾ വിഷ്ണുവേട്ടൻ നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ എവിടെ പോയി എന്നതിനും മറുപടിയില്ല. 10 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാനെന്ന സത്യാമ്മയുടെ ചോദ്യത്തിനും മറുപടിയില്ല. പോലീസുകാർ പറഞ്ഞതനുസരിച്ച് ഈ പറയുന്ന വേലായുധനെ കുത്തിയത് അപ്പൊ വിഷ്ണുവേട്ടൻ തന്നെയാണോ? ആണെങ്കിൽ എന്തിന്? വിഷ്ണുവേട്ടനും ഈ കുത്തുകൊണ്ടു കിടക്കുന്ന വേലായുധനും തമ്മിൽ എന്താണ് ബന്ധം? അറിയണം, അറിഞ്ഞേക്കൂ. എന്താണ് എന്നിൽ നിന്നും വിഷ്ണുവേട്ടൻ മറച്ചു പിടിക്കുന്ന രഹസ്യം? അതറിയുക തന്നെ വേണം.